രണ്ടാമത്തെ ചോദ്യം, റമദാനിൽ വിത്റിൻ്റെ ശ്രേഷ്ഠമായ ജമാഅത്തിൻ്റെ സമയം ഏതായിരിക്കും? റമദാനിൽ വിത്ർ നിസ്കരിക്കുമ്പോൾ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുമ്പോൾ അതിൽ ജമാഅത്തായിട്ട് നടത്താൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിത്ർ നിസ്കാരത്തിൻ്റെ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ നിസ്കാരം വരെയുള്ള സമയമാണ് വിത്റിൻ്റെ സമയം. ആ സമയത്തിനിടയിൽ ഏത് സമയത്തും വേണമെങ്കിലും എന്ത് ചെയ്യാം? വിത്ർ നിസ്കരിക്കാം. അത് സുന്നത്തായ സമയവുമാണ്. ഖാരിജത്ത് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു സഹാബി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അമദ്ദകും ബി സ്വലാത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു നിസ്കാരം നൽകി, ഹിയ ഖൈറുൽ ലക്കും മിൻ ഹുമിരിൻ നഅം, അത് നിങ്ങൾക്ക് ചുവന്ന ഒട്ടകത്തിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. മാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ തുലൂഇൽ ഫജ്രി, ഇശാഇൻ്റെയും ഫജ്ർ ആകുന്നതിനെയും തുലൂഉൽ ഫജ്ർ സുബ്ഹിൻ്റെ സമയമാകുന്നതിനെയും ഇടയിലാണ് ആ നിസ്കാരത്തിൻ്റെ സമയം എന്ന് ഹദീസിൽ വ്യക്തമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാഫ അല്ലാ യഖൂമ മിൻ ആഖിരിൽ ലൈലി, രാത്രിയുടെ അവസാന ഭാഗത്ത് എഴുന്നേൽക്കില്ല എന്നാരെങ്കിലും പേടിച്ചാൽ, ആ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയില്ല എന്നാരെങ്കിലും പേടിച്ചാൽ, ഫല്ലൂച്ചിർ ഔവലഹു, ഓൻ രാത്രിയുടെ ആദ്യ ഭാഗത്ത് തന്നെ വിത്ർ നിസ്കരിക്കട്ടെ, അഥവാ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ർ നിസ്കരിക്കട്ടെ. വമൻ തമഅ അൻ യഖൂമ ആഖിറൽ ലൈലി, ആരെങ്കിലും രാത്രിയുടെ അവസാന ഭാഗം ഉറങ്ങി എഴുന്നേൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചാൽ, കഴിയുമെന്ന് ഉറപ്പായാൽ, ഫല്ലൂച്ചിർ ആഖിറൽ ലൈൽ, അവൻ രാത്രിയുടെ അവസാന ഭാഗത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന സ്വലാത്ത ആഖിറിൽ ലൈലി, രാത്രിയുടെ അവസാന ഭാഗത്തുള്ള നിസ്കാരം മഷ്ഹൂദത്തുൻ, അതെന്താണ്? മലക്കുകൾ സാക്ഷിയാകുന്ന നിസ്കാരമാണ്. വദാലിക അഫ്ളലു, അതാണ് ഏറ്റവും അഫ്ളൽ എന്ന് ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ട വന്ന സമയം. അപ്പം വിത്റിൻ്റെ ഏറ്റവും അഫ്ളലായ സമയം രാത്രിയുടെ അവസാന ഭാഗമാണെന്ന് ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്.